ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. നമുക്കിന്ന് പഠിക്കാനുള്ളത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്ററാണ്. ഈ ഒരു പാർട്ട് 1ലുള്ള അവസാനത്തെ ചാപ്റ്ററാണിത്. ഇതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ ഒക്കെ നമ്മളെ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണണേ. നമ്മുടെ 10th മെയിൻസ് എക്സാം ഒക്കെ അടുത്ത് വരികയാണ്. അതുപോലെ ഒരുപാട് എക്സാംസ് ഉണ്ട് ഇനി വരാനായിട്ട്, ഈ മാസവും അടുത്ത മാസവും ഒക്കെ. ഇനി കുറഞ്ഞ ടൈമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി പഠിക്കാൻ കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ എന്താണ്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആ ടൈമിൽ തന്നെ നോട്ട് ചെയ്യാം. എന്നാൽ നമുക്ക് നമ്മുടെ ഒരുപാട് ടൈം സേവ് ചെയ്യാൻ കഴിയും. കാരണം എന്താണ്, നമ്മുടെ SCERTയിൽ കുറഞ്ഞ പോയിന്റ്സ് ഒക്കെ നമുക്ക് അറിയാത്ത കാര്യങ്ങളായിട്ടുള്ളൂ. അത് ആ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റിവിഷൻ ടൈമിൽ ആ നോട്ട് ചെയ്ത കാര്യങ്ങൾ മാത്രം എടുത്ത് പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ വൈവിധ്യങ്ങളുടെ ലോകമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ എന്താണ്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ജിയോഗ്രഫിയിൽ വരുന്നൊരു ഭാഗമാണിത്, വൈവിധ്യങ്ങളുടെ ലോകം. ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ എന്താണ്, വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങളെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ കാണുന്ന സസ്യജാലങ്ങൾ തികച്ചും വ്യത്യസ്തമല്ലേ? എന്തുകൊണ്ടായിരിക്കാം ഈ വ്യത്യാസം? സസ്യങ്ങളിൽ മാത്രമല്ല, ജന്തുജാലങ്ങളിലും ജനജീവിതത്തിലുമൊക്കെ ലോകത്ത് ഇത്തരത്തിൽ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നു. ഓരോ പ്രദേശത്തും അനുഭവപ്പെടുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങളാണ് ഇതിനുള്ള പ്രധാന കാരണം. കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ കാലാവസ്ഥാ മേഖലകൾ അല്ലെങ്കിൽ ക്ലൈമാറ്റിക് റീജിയൻസ് എന്നറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് കാലാവസ്ഥാ മേഖലകൾ അല്ലെങ്കിൽ ക്ലൈമാറ്റിക് റീജിയൻസ്? എന്താണ്? കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങളാണ് കാലാവസ്ഥാ മേഖലകൾ അല്ലെങ്കിൽ ക്ലൈമാറ്റിക് റീജിയൻ എന്നറിയപ്പെടുന്നത്. അടുത്ത ഹെഡിങ് ആണ് മഴയൊയ്യാത്ത ഉഷ്ണഭൂമികൾ. ഇവിടെ ഒരു ജനവിഭാഗത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ചിത്രത്തിൽ കാണുന്നത് വേട്ടയാടലിനായി തയ്യാറെടുക്കുന്ന പിഗ്മികളെയാണ്. ഉയരം കുറഞ്ഞ ശരീരപ്രകൃതവും ഇരുണ്ട നിറവുമാണിവർക്ക്. കസാവ അല്ലെങ്കിൽ മരച്ചീനിയാണ് പിഗ്മികളുടെ മുഖ്യ ഭക്ഷണം. കൂടാതെ കായ്ക്കനികളും വേട്ടയാടി കിട്ടിയ മാംസവും ഇവർ ഭക്ഷണമാക്കാറുണ്ട്. ഇവർ മാനിൻ്റെ തുകലും ഇലകളും വസ്ത്രങ്ങളായി ഉപയോഗിക്കാറുണ്ട്. മരച്ചില്ലകളും വലിയ ഇലകളും ഓലകളും കൊണ്ട് അർദ്ധവൃത്താകൃതിയിൽ ഇവർ വീടുണ്ടാക്കുന്നു. വനങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരാണിവർ. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പിഗ്മികളെയാണ്. ഇവരെന്താണ്, ഇവരുടെ സവിശേഷതകളെ ഉയരം കുറഞ്ഞ ശരീരപ്രകൃതവും ഇരുണ്ട നിറവുമാണിവർക്ക്. മരച്ചീനിയാണ് പിഗ്മികളുടെ മുഖ്യ ഭക്ഷണം. മരച്ചീനിക്ക് അവിടെ ഒരു കസാവ എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ കായ്ക്കനികളും വേട്ടയാടി കിട്ടിയ മാംസവും ഇവർ ഭക്ഷണമാക്കാറുണ്ട്. ഇവർ മാനിൻ്റെ തുകലും ഇലകളും വസ്ത്രങ്ങളായി ഉപയോഗിക്കാറുണ്ട്. മരച്ചില്ലകളും വലിയ ഇലകളും ഓലകളും കൊണ്ട് അർദ്ധവൃത്താകൃതിയിലാണ് ഇവർ വീടുണ്ടാക്കുന്നത്. എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? മരച്ചില്ലകളും അതുപോലെ വലിയ ഇലകളും ഓലകളും കൊണ്ടാണ് ഇവർ വീടുണ്ടാക്കുന്നത്. വനങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരാണിവർ. അപ്പം എന്താണ്, പിഗ്മികളെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. ഇവിടെ പിഗ്മികൾ ഉണ്ടാക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു വീടിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പിഗ്മികളുടെ മുഖ്യ അധിവാസ മേഖലയായ ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിലെ ചില സവിശേഷതകൾ നോക്കൂ. ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിൽ അധിവസിക്കുന്ന ഒരു ജനവിഭാഗമാണ് പിഗ്മികൾ. അവരുടെ സവിശേഷതകളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. പിഗ്മികളുടെ മുഖ്യ അധിവാസ മേഖല എവിടെയാണ്? ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിലാണ്. ഇനി ഇവിടെ ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിലെ ചില സവിശേഷതകളാണ് കൊടുത്തിട്ടുള്ളത്. വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷ താപം, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന ഇടിമിന്നലോട് കൂടിയ മഴ, അതുപോലെ വൻമരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, അടിക്കാടുകൾ, പായൽ വർഗ സസ്യജാലങ്ങൾ, മരവാഴകൾ തുടങ്ങി ഇടതൂർന്ന് വളരുന്ന നിത്യഹരിത സസ്യങ്ങൾ, അതുപോലെ വൈവിധ്യമാർന്ന ജന്തുക്കൾ. അപ്പോൾ ഇതൊക്കെ എന്താണ്? കോങ്കോ നദീതടത്തിലെ സവിശേഷതകളാണ്. വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷ താപം, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന ഇടിമിന്നലോട് കൂടിയ മഴ, വൻമരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, അടിക്കാടുകൾ, പായൽ വർഗ സസ്യജാലങ്ങൾ, മരവാഴകൾ തുടങ്ങി ഇടതൂർന്ന് വളരുന്ന നിത്യഹരിത സസ്യങ്ങൾ, വൈവിധ്യമാർന്ന ജന്തുക്കൾ. ഈ ഒരു കാലാവസ്ഥാ സവിശേഷതകൾക്ക് എന്താണ് കാരണം? ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതാണ് മേൽപ്പറഞ്ഞ കാലാവസ്ഥാ സവിശേഷതകൾക്ക് കാരണം. ഈ ഒരു സവിശേഷതകൾക്കൊക്കെ എന്താണ് കാരണം? ഈ ഒരു പ്രദേശം എന്താണ്? ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്.
ഈ കാലാവസ്ഥാ സവിശേഷതകളാണ് ഇവിടുത്തെ സമ്പന്നമായ സസ്യജന്തു വൈവിധ്യങ്ങൾക്ക് കാരണമാകുന്നത്. തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലും തെക്ക് കിഴക്ക് ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലും സമാന സവിശേഷതകൾ നിലനിൽക്കുന്നു. ആമസോൺ തടത്തിലെ ഗോത്രവർഗ്ഗക്കാർ, മലേഷ്യയിലെ സൊമാങ്ങുകൾ, ഇന്തോനേഷ്യയിലെ കുബു, ദയാക് തുടങ്ങിയ ജനവിഭാഗങ്ങൾ പിഗ്മികളെ പോലെ വനങ്ങളിൽ വസിക്കുന്നവരാണ്. അപ്പോൾ കോങ്കോ നദീതടത്തിലെ അതേ സവിശേഷതകളാണ് തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലും അതുപോലെ തെക്ക് കിഴക്ക് ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളത്. അതുപോലെ ആമസോൺ നദീതടത്തിലെ ഗോത്രവർഗ്ഗക്കാർ, മലേഷ്യയിലെ സൊമാങ്ങുകൾ, ഇന്തോനേഷ്യയിലെ കുബു, ദയാക് തുടങ്ങിയ ജനവിഭാഗങ്ങളൊക്കെ പിഗ്മികളെ പോലെ വനങ്ങളിൽ വസിക്കുന്നവരാണ്. അപ്പോൾ സൊമാങ്ങുകൾ ഏടാണ്? സൊമാങ്ങുകൾ എന്ന് പറഞ്ഞ ജനവിഭാഗം ഏടാണ്? മലേഷ്യയിലാണ്. അതുപോലെ കുബു, ദയാക് എന്നീ ജനവിഭാഗങ്ങൾ ഇന്തോനേഷ്യയിലാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. അതുപോലെ പിഗ്മികൾ ആഫ്രിക്കയിലെ കോങ്കോ നദീതീരത്ത് അധിവസിക്കുന്നവരാണ്. അപ്പോൾ മേൽപ്പറഞ്ഞ പ്രദേശങ്ങളെല്ലാം തന്നെ ഭൂമധ്യരേഖയിൽ നിന്ന് 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മേഖലയെ മധ്യരേഖാ കാലാവസ്ഥാ മേഖല അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ? ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞില്ലേ, ആഫ്രിക്കയിലെ കോങ്കോ നദീതീരവും അതുപോലെ തന്നെ തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടങ്ങളും തെക്ക് കിഴക്ക് ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ മധ്യരേഖാ കാലാവസ്ഥാ മേഖലകളാണ് അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ആണ്. അപ്പോൾ എന്താണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ? ഭൂമധ്യരേഖയിൽ നിന്ന് 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്ക് ഇടയിലുള്ള പ്രദേശങ്ങളെയാണ് മധ്യരേഖാ കാലാവസ്ഥാ മേഖല അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്നറിയപ്പെടുന്നത്. മഹാഗണി, എബണി, റോസ്വുഡ് തുടങ്ങിയ കാഠിന്യമേറിയ മരങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന നിബിഡ വനങ്ങൾ മധ്യരേഖാ കാലാവസ്ഥാ മേഖലകളുടെ സവിശേഷതയാണ്. അപ്പോൾ മധ്യരേഖാ കാലാവസ്ഥാ മേഖലകളിലാണ് മഹാഗണി, എബണി, റോസ്വുഡ് തുടങ്ങിയ കാഠിന്യമേറിയ മരങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഇനി ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് മധ്യരേഖാ നിത്യഹരിത വനങ്ങൾ. വൻമരങ്ങൾ കൊണ്ട് സമൃദ്ധമായ മധ്യരേഖാ വനമേഖലകളിൽ ഓരോ ചതുരശ്ര കിലോമീറ്ററിലും 1000-ലധികം വിവിധ സസ്യവർഗ്ഗങ്ങൾ ഇടതൂർന്ന് വളരുന്നു. അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്? മധ്യരേഖാ വനമേഖലകളിൽ ഓരോ ചതുരശ്ര കിലോമീറ്ററിലും 1000-ലധികം വിവിധ സസ്യവർഗ്ഗങ്ങൾ വളരുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നതിനാൽ ഈ വനങ്ങളിലെ മരങ്ങൾ ഇലപൊയ്ക്കാറില്ല. അതിനാൽ ഈ വനങ്ങളെ മധ്യരേഖാ നിത്യഹരിത വനങ്ങൾ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പം മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നതിനാൽ ഈ വനങ്ങളിലെ മരങ്ങളൊന്നും ഇല പൊയ്ക്കാറില്ല. അതിനാൽ തന്നെ ഈ വനങ്ങൾ മധ്യരേഖാ നിത്യഹരിത വനങ്ങൾ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. മധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ വനവിഭവ ശേഖരണം ഒരു പ്രധാന ഉപജീവന മാർഗമാണ്. അവിടുത്തെ ഉപജീവന മാർഗം വനവിഭവ ശേഖരണമാണ്. ഇനി ആൾക്കുരങ്ങുകൾ, ലമർ, ഒറാങ്ങുട്ടാൻ തുടങ്ങിയ കുരങ്ങുവർഗ്ഗങ്ങൾ, മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഇഴജന്തുക്കൾ, വെള്ളക്കെട്ടുകളിൽ ജീവിക്കുന്ന നേർക്കുതിര, ചീങ്കണ്ണി തുടങ്ങിയ ജന്തുക്കൾ, പക്ഷിവർഗത്തിൽപ്പെട്ട തത്ത, വേഴാമ്പൽ എന്നിങ്ങനെ വൈവിധ്യപൂർണ്ണമാണ് ഇവിടം. അപ്പോൾ എന്തൊക്കെയാണ് ഈ മധ്യരേഖാ നിത്യഹരിത വനത്തിലുള്ളത്? ആൾക്കുരങ്ങുകളുണ്ട്, ലമർ, ഒറാങ്കുട്ടാൻ തുടങ്ങിയ കുരങ്ങ് വർഗ്ഗങ്ങളുണ്ട്. അതുപോലെ മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഇഴജന്തുക്കളുണ്ട്. പിന്നെന്താണ്? വെള്ളക്കെട്ടുകളിൽ ജീവിക്കുന്ന നീർക്കുതിര, ചീങ്കണ്ണി തുടങ്ങിയ ജന്തുക്കൾ, അതുപോലെ പക്ഷിവർഗത്തിൽപ്പെട്ട തത്ത, വേഴാമ്പൽ, ഇങ്ങനെ ഒരുപാട് ജീവികളുടെ ഒരു വൈവിധ്യപൂർണ്ണമാണെന്ത്? നിത്യഹരിത വനങ്ങൾ. ഇത് മധ്യരേഖ നിത്യഹരിത വനങ്ങൾ. ഇനി എന്താണ്? മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ എല്ലാ പ്രദേശങ്ങളും വനങ്ങളല്ല. ഈ മേഖലയിൽ ഉൾപ്പെട്ട ബ്രസീൽ, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കൃഷി, ഖനനം, വ്യവസായം എന്നീ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്ന പ്രദേശങ്ങളുണ്ട്. അപ്പോൾ എന്താണ്? ഈ ഒരു മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ എല്ലാ പ്രദേശങ്ങളും വനങ്ങളല്ല. ഈ മേഖലയിൽ ഉൾപ്പെട്ട ബ്രസീൽ, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കൃഷി, ഖനനം, വ്യവസായം എന്നീ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആമസോൺ നദീതീരങ്ങളും അതുപോലെ തന്നെ തെക്കിഴക്ക് ഏഷ്യയിലെ ഇന്തോനേഷ്യ, മലേഷ്യ എന്നീ പ്രദേശങ്ങളൊക്കെ മധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മലേഷ്യയിലെയും ഇന്തോനേഷ്യയിലെയും ബ്രസീലിലൊക്കെ കുറച്ച് സ്ഥലങ്ങൾ കൃഷിയും ഖനനം, വ്യവസായം എന്നീ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രദേശങ്ങളൊക്കെ തന്നെ വൻ നഗരങ്ങളായി മാറിക്കഴിഞ്ഞു. അടുത്തതായിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് ആമസോൺ തടത്തിലെ ജൈവ വൈവിധ്യം.
തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലാണ് ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഉയർന്ന പകൽ ചൂടും ധാരാളമായി ലഭിക്കുന്ന മഴയുമാണ് ഇവിടുത്തെ ജൈവ വൈവിധ്യത്തിന് ആധാരം. വളരെ ഉയരമുള്ള കാഠിന്യമേറിയ മരങ്ങൾ മുതൽ പായൽ വർഗ്ഗങ്ങൾ വരെ നീളുന്ന എണ്ണിയാലൊടുങ്ങാത്ത സസ്യവർഗ്ഗങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. കൂടാതെ അസംഖ്യം വരുന്ന സൂക്ഷ്മജീവികൾ, ഷഡ്പദങ്ങൾ, വിവിധയിനം കുരങ്ങുകൾ, ഉഭയജീവികൾ, ഉരകങ്ങൾ, പക്ഷികൾ തുടങ്ങി വൈവിധ്യമാർന്ന ജന്തുലോകവും ഈ വനങ്ങളിലെ ജൈവ വൈവിധ്യത്തിന് മുതൽക്കൂട്ടാകുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലാണെന്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായിട്ടുള്ള മഴക്കാടുകൾ അല്ലെങ്കിൽ റെയിൻ ഫോറസ്റ്റ് ഉള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ് വിവിധ ഇനം ജന്തുജാലങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് എന്തൊക്കെയാണ്? സൂക്ഷ്മജീവികളും, ഷഡ്പദങ്ങൾ, വിവിധയിനം കുരങ്ങുകൾ, ഉഭയജീവികൾ, ഉരകങ്ങൾ, പക്ഷികൾ തുടങ്ങിയ വൈവിധ്യമാർന്ന ജന്തുലോകമാണെന്ത് ഈ ഒരു ആമസോൺ നദീതടത്തിലുള്ളത്. ഇനി ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുള്ളത് മലേഷ്യയിലെ കോലാലംപൂർ നഗരമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മലേഷ്യയിലെയും ഇന്തോനേഷ്യയിലെയൊക്കെ കുറേ പ്രദേശങ്ങൾ വൻ നഗരങ്ങളായി മാറിക്കഴിഞ്ഞു എന്ന്. അതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കോലാലംപൂർ നഗരം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മലേഷ്യയിലാണ്. അടുത്തൊരു ഹെഡിങ് ആണ് മഴയെത്താത്ത മണൽപ്പരപ്പുകൾ. കലഹാരിയിലെ ബുഷ്മെൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാർ, പശ്ചിമ സഹാറയിലെ ത്വാറഗ് വംശജർ, അറേബ്യൻ മരുഭൂമിയിലെ ബെഡോയിനുകൾ. എന്തൊക്കെയാണ്? കാലഹാരിയിലെ ബുഷ്മെൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാർ. ബുഷ്മെൻ ഗോത്രവർഗ്ഗക്കാരുടെയാണ് കലഹാരിയിലാണ് കേട്ടോ, കലഹാരിയിലാണ്. അതുപോലെ പശ്ചിമ സഹാറയിലെ ത്വാറഗ് വംശജർ, അതുപോലെ അറേബ്യൻ മരുഭൂമിയിലെ ബെഡോയിനുകൾ. ഇവരൊക്കെ എന്താണ്? ലോകത്തിലെ വിവിധ വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന ഉഷ്ണ മരുഭൂമികളിൽ ജീവിക്കുന്നവരാണ്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ ജീവിത രീതിയാണ് ഇവരുടേത്. അപ്പോൾ ഇവരൊക്കെ വിവിധ വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന ഉഷ്ണ മരുഭൂമികളിൽ ജീവിക്കുന്നവരാണ്. ഇവരുടെയൊക്കെ ജീവിത രീതി എന്താണ്? ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ വംശജരെ പറ്റി നമ്മൾ പറഞ്ഞ്? കാലഹാരിയിലെ ബുഷ്മെൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാർ, അതുപോലെ പശ്ചിമ സഹാറയിലെ ത്വാർഗ് വംശജർ, അറേബ്യൻ മരുഭൂമിയിലെ ബെഡോയിനുകൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. 2 അർദ്ധഗോളങ്ങളിലും 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണെന്ത് ഉഷ്ണ മരുഭൂമികളുടെ സ്ഥാനം. അപ്പോൾ എവിടെയാണ്? ഉത്തരാർദ്ധഗോളത്തിൻ്റെയും അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിൻ്റെയും 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഉഷ്ണ മരുഭൂമികളുടെ സ്ഥാനം. ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാനാണ്. ഓരോ മരുഭൂമികളും അതിൻ്റെ വൻകരകളുമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതിവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? സഹാറ. സഹാറ ഏത് വൻകരയിലാണ്? ആഫ്രിക്കൻ വൻകരയിലാണ് സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇനി കലഹാരി കൊടുത്തിട്ടുണ്ട്. കലഹാരി ഏത് വൻകരയിലാണ്? ആഫ്രിക്കൻ വൻകരയിൽ തന്നെയാണ് കലഹാരി മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്, ദക്ഷിണാഫ്രിക്കയിലാണ്. എന്നാൽ സഹാറ മരുഭൂമി ആഫ്രിക്കയുടെ ഉത്തര ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്, എന്നാൽ കലഹാരി തെക്ക് ഭാഗത്താണ്. ഇനി അറേബ്യൻ മരുഭൂമി എവിടാണ്? തെക്കു പടിഞ്ഞാറൻ ഏഷ്യ അല്ലെങ്കിൽ എന്താണ് മധ്യപൂർവേഷ്യയിലാണ് അറേബ്യൻ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ താർ മരുഭൂമി എവിടാണ്? ഏഷ്യയിലാണ്. നമ്മുടെ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന മരുഭൂമിയാണല്ലേ താർ മരുഭൂമി. 85% നമ്മുടെ ഇന്ത്യയിലും അതുപോലെ 15% പാകിസ്ഥാനിലായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമിയാണ് താർ മരുഭൂമി. അടുത്തത് ഗ്രേറ്റ് ഓസ്ട്രേലിയൻ മരുഭൂമി എവിടാണ്? ഓസ്ട്രേലിയൻ വൻകരയിലാണ് അല്ലേ, ഗ്രേറ്റ് ഓസ്ട്രേലിയൻ മരുഭൂമി. അതുപോലെ അറ്റക്കാമ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഏതാ? തെക്കേ അമേരിക്കയിലാണ് അറ്റക്കാമ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? സഹാറ ആഫ്രിക്കയിലാണ്, അതുപോലെ കലഹാരിയും ആഫ്രിക്കയിലാണ്, അറേബ്യൻ മരുഭൂമിയും താർ മരുഭൂമിയും ഏഷ്യൻ വൻകരയിലാണ്. ഇനി ഗ്രേറ്റ് ഓസ്ട്രേലിയൻ മരുഭൂമി ഓസ്ട്രേലിയ വൻകരയിലാണ്. അതുപോലെ അറ്റക്കാമ മരുഭൂമി എവിടാണ്? തെക്കേ അമേരിക്കയിലാണ്. ഇനി നമുക്ക് മരുഭൂമികളിലെ കാലാവസ്ഥാ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണ് ഇവിടെ. ഉഷ്ണകാലം ചുട്ടുപൊള്ളുന്നതാണെങ്കിലും ശൈത്യകാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷ താപമാണ് അനുഭവപ്പെടുന്നത്. മഴ തീരെ കുറവാണ് ഇവിടെ. എന്തൊക്കെയാണ് പറഞ്ഞത്? പകൽ താപം വളരെ കൂടുതലാണ്, പക്ഷെ രാത്രി വളരെ കുറവുമാണ്. അതുപോലെ തന്നെ ഉഷ്ണകാലത്ത് ചുട്ടുപൊള്ളുന്നതാണെങ്കിലും ശൈത്യകാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷ താപമാണ് അനുഭവപ്പെടുന്നത്. മഴ തീരെ കുറവാണ്, അതുകൊണ്ട് തന്നെ സസ്യജാലങ്ങളൊക്കെ വളരെ കുറവാണ് ഇവിടെ. ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർബല്യവും അനുഭവപ്പെടുന്ന ഉഷ്ണ മരുഭൂമികളിൽ കള്ളിമുൾ ചെടികൾ, അക്വേഷ്യ തുടങ്ങിയവയാണ് പ്രധാന സസ്യജാലങ്ങൾ. അപ്പോൾ ഏതൊക്കെയായിരുന്നു? അക്വേഷ്യ അതുപോലെ കള്ളിമുൾ ചെടികളൊക്കെയാണ് ഉഷ്ണ മരുഭൂമിയിലുള്ള പ്രധാന സസ്യജാലങ്ങൾ. കള്ളിമുൾ വർഗ്ഗ സസ്യങ്ങൾക്ക് ഇലകളില്ല, മാംസളമായ കാണ്ഡമാണ് ഇവയ്ക്ക്. എന്തുകൊണ്ടായിരിക്കും? മരുഭൂമികളിലെ ജലലഭ്യത കുറവായതുകൊണ്ട് തന്നെ
ലഭിക്കുന്ന ജലം അതിൻ്റെ കാണ്ഡത്തിൽ ശേഖരിച്ച് വെച്ച് ഒരുപാട് നാൾ ഈ ഒരു ചെടിക്ക് എന്താണ് ജീവിക്കാൻ കഴിയുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഉഷ്ണ മരുഭൂമിയിലെ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ ഉതകുന്ന അനുകൂലനങ്ങളുള്ള ജന്തുവർഗ്ഗങ്ങളാണ് ഇവിടെയുള്ളത്. ഒട്ടകം, കഴുത, കുതിര, കുറുക്കൻ, പാമ്പുവർഗ്ഗങ്ങൾ, തേൾ, പല്ലിവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടും. അപ്പോൾ മരുഭൂമിയിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളും അതുപോലെ ജീവിവർഗ്ഗങ്ങളൊക്കെ ഏതാണെന്ന് പഠിച്ചു അല്ലേ. ഇനി വേട്ടയാടലും കന്നുകാലി വളർത്തലുമാണ് ഉഷ്ണമരുഭൂമികളിലെ ഗോത്രവർഗ ജനവിഭാഗങ്ങളുടെ പ്രധാന ജീവിതോപാധി. മാംസം, പാൽ, തിനവിളകൾ, ഈന്തപ്പഴം തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. അപ്പോൾ വേട്ടയാടലും കന്നുകാലി വളർത്തലുമാണ് ഉഷ്ണമരുഭൂമികളിലെ ഗോത്രവർഗ ജനവിഭാഗങ്ങളുടെ പ്രധാന ജീവിതോപാധി. എന്തൊക്കെയാണ് അവരുടെ ഭക്ഷണം? മാംസം, പാൽ, തിനവിളകൾ, ഈന്തപ്പഴം തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. ഇനി ഉഷ്ണമരുഭൂമികളിൽ മരുപ്പച്ചകൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് സ്ഥിരം ജനവാസ മേഖലകൾ കാണുന്നത്. ഇനിയൊരു പോയിന്റുള്ളതാണ്, മരുഭൂമികളിലെ ജലലഭ്യമായ പ്രദേശങ്ങളെയാണ് മരുപ്പച്ചകൾ അല്ലെങ്കിൽ ഒയാസിസ് എന്ന് വിളിക്കുന്നത്. മരുഭൂമികളിലെ ജലലഭ്യമായ പ്രദേശങ്ങളെയാണ് മരുപ്പച്ചകൾ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ഒയാസിസ്. ഒറ്റപ്പെട്ട് കാണുന്ന ഈ ജലാശയങ്ങളെ ചുറ്റിപ്പറ്റി സസ്യജാലങ്ങളും ജന്തുക്കളും ജനവാസ മേഖലകളും കൂടുതലായി കാണപ്പെടുന്നു. ഉഷ്ണമരുഭൂമികളിലെ സ്ഥിരം ജനവാസ മേഖലകൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ നൈൽ നദീതടം. കൃഷിയും കന്നുകാലി വളർത്തലുമാണ് നൈൽ നദീതടത്തിലെ മുഖ്യ മനുഷ്യ പ്രവർത്തനങ്ങൾ. ഗോതമ്പ്, ചോളം, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പരുത്തി തുടങ്ങിയവയാണ് പ്രധാന കാർഷിക വിളകൾ. ഉഷ്ണമരുഭൂമികൾ പലതും ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ്. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആഫ്രിക്കയിലെ നൈൽ നദീതടം എന്തിന് ഉദാഹരണമാണ്? ജനവാസ മേഖലകളുള്ള ഉഷ്ണമരുഭൂമികളിലെ ജനവാസ മേഖലകൾക്ക് ഉദാഹരണമാണ്. അവിടെ എന്താണ്? കൃഷിയും കന്നുകാലി വളർത്തലുമാണ് നൈൽ നദീതടത്തിലെ മുഖ്യ മനുഷ്യ പ്രവർത്തനങ്ങൾ. ഗോതമ്പ്, ചോളം, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പരുത്തി തുടങ്ങിയവയാണ് പ്രധാന കാർഷിക വിളകൾ. ഉഷ്ണമരുഭൂമികൾ പലതും ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ്. അടുത്തതായിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് ഈജിപ്ത് നൈലിന്റെ ദാനം, ഗിഫ്റ്റ് ഓഫ് നൈൽ. ഈജിപ്തിനെ നൈലിന്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നതിന് മതിയായ കാരണമുണ്ട്. നൈൽ തടം ഒഴികെ മറ്റു പ്രദേശങ്ങളെല്ലാം മരുഭൂമിയാണ്. പ്രാചീന സംസ്കാര പിറവിക്ക് സാക്ഷ്യം വഹിച്ചു എന്നു മാത്രമല്ല, ഈ രാജ്യത്തെ കൃഷിയോഗ്യമാക്കുന്നതും നൈൽ നൽകുന്ന ജീവജലവും ഫലപുഷ്ടമായ മണ്ണുമാണ്. ലോകത്തെ ജനസാന്ദ്രമായ മേഖലകളിൽ ഒന്നാണ് നൈൽ തടം. നൈലിന്റെ ഈജിപ്തിന്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കുന്നു. നൈലിനെന്താണ്? ഈജിപ്തിന്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അതുപോലെ എന്താണ്? നൈൽ എന്താണ്? ഈജിപ്ത് എന്താണ്? നൈലിന്റെ ദാനം എന്ന് അറിയപ്പെടുന്നുണ്ട്. എന്താണ് ഇതിന് കാരണം? എന്താണ്? നൈൽ തടം ഒഴികെ മറ്റു പ്രദേശങ്ങളെല്ലാം മരുഭൂമിയാണ്. പ്രാചീന സംസ്കാര പിറവിക്ക് സാക്ഷ്യം വഹിച്ചു എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ കൃഷിയോഗ്യമാക്കുന്നതും നൈൽ നൽകുന്ന ജീവജലവും ഫലഭൂയിഷ്ഠമായ മണ്ണുമാണ്. ധാതു നിക്ഷേപങ്ങളിലെ ഖനന പ്രവർത്തനങ്ങൾ ഈ പ്രദേശങ്ങളുടെ വികസനത്തിന് കാരണമായി. ഇത്തരത്തിലുണ്ടായ വികസനം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളെ ഇവിടേക്ക് ആകർഷിച്ചു. മരുപ്രദേശങ്ങളിലെ വൻ നഗരങ്ങളൊക്കെ ഇങ്ങനെ രൂപപ്പെട്ടതാണ്. അറേബ്യൻ നാടുകളിലെ നഗരങ്ങൾ ഇതിനുദാഹരണങ്ങളാണ്. ഇവിടുത്തെ പെട്രോളിയം നിക്ഷേപങ്ങളാണ് ഈ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് ആധാരം. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഉഷ്ണമരുഭൂമികളിലൊക്കെ ധാതു നിക്ഷേപം ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ധാതു നിക്ഷേപങ്ങളിലെ ഖനന പ്രവർത്തനങ്ങൾ ഈ പ്രദേശങ്ങളുടെ വികസനത്തിന് കാരണമായി. ഇത്തരത്തിലുള്ള വികസനം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളെ ഇവിടേക്ക് ആകർഷിച്ചു. മരുപ്രദേശങ്ങളിലെ വൻ നഗരങ്ങളൊക്കെ ഇങ്ങനെ രൂപപ്പെട്ടതാണ്. അറേബ്യൻ നാടുകളിലെ നഗരങ്ങൾ ഇതിനുദാഹരണങ്ങളാണ്. ഇവിടുത്തെ പെട്രോളിയം നിക്ഷേപങ്ങളാണ് ഈ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് ആധാരം. സൗദി അറേബ്യൻ നഗരമായ റിയാദിന്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ മരുഭൂമികളിലൊക്കെ എന്താണ്? ധാതു നിക്ഷേപം കൂടുതലായിട്ട് തന്നെ എന്താണ്? അതിൻ്റെ ഖനന പ്രവർത്തനങ്ങൾ എന്താണ്? ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് കാരണമായി. മരുഭൂമി നിവാസികൾ പൊതുവെ ഇളം നിറത്തിലുള്ള അയഞ്ഞ വസ്ത്രങ്ങളാണ് ധരിക്കുക. മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രം അവരുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകതയാണ്. ഈ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് മരുഭൂമിയിലെ കപ്പൽ. മരുഭൂമിയിലെ പ്രധാന മൃഗം ഒട്ടകമാണ്. ചുമടുകൾ കൊണ്ടുപോകുന്നതിനും സഞ്ചാരത്തിനും മരുഭൂമികളിൽ ഒട്ടകങ്ങളെ ആശ്രയിക്കാറുണ്ട്. അതിനാലാണ് ഇവയെ മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ശരീരത്തിന് ആവശ്യമായ ജലം സംഭരിച്ച് സൂക്ഷിക്കാനുള്ള അറകൾ ഇവയുടെ ശരീരത്തിലുണ്ട്. ഇതുകൂടാതെ ശരീര താപനില മിതമായി നിലനിർത്തുന്നതിനുള്ള കഴിവുകൊണ്ട് ഒട്ടകങ്ങൾ മരുഭൂമിയിലെ സാഹചര്യങ്ങളെ അതിജീവിക്കുന്നു. ചേർന്നിരിക്കുന്ന കാൽവിരലുകൾ മണലിൽ പുതയാതെ സഞ്ചരിക്കുന്നതിന് സഹായകമാണ്.
ഇരട്ട കൺപോളകളും നീണ്ട കൺപീലികളും മണൽക്കാറ്റിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. അപ്പോൾ ഒട്ടകം എന്താണ്, ഒട്ടകത്തിന് ഈ ഒരു മരുഭൂമിയിലെ കാലാവസ്ഥയൊക്കെ അതിജീവിക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ശരീരത്തിന് ആവശ്യമായ ജലം സംഭരിച്ച് സൂക്ഷിക്കാനുള്ള അറകൾ ഇവിടെ ശരീരത്തിലുണ്ട്. അതുകൂടാതെ എന്താണ്, ശരീര താപനില മിതമായി നിലനിർത്താനുള്ള കഴിവുണ്ട് ഈ ഒട്ടകങ്ങൾക്ക്. ഈ ഒരു കഴിവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, ഇത് മരുഭൂമിയിലെ സാഹചര്യങ്ങളെ അതിജീവിക്കുന്നു. ചേർന്നിരിക്കുന്ന വിരലുകൾ മണലിൽ പുതയാതെ സഞ്ചരിക്കുന്നതിന് സഹായകമാണ്. അതുപോലെ ഇരട്ട കൺപോളകളും നീണ്ട കൺപീലികളും മണൽക്കാറ്റിൽ നിന്നും സംരക്ഷണം നൽകുന്നു. അടുത്ത ഹെഡിങ് ആണ് മഞ്ഞുരുകാത്ത നാട്ടിൽ. ഇവിടെ ഒരു മഞ്ഞുള്ള പ്രദേശത്ത് ഒരു ഇഗ്ലുവിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ചിത്രം ശ്രദ്ധിക്കൂ. ഇനുട്ട് ഗോത്രവർഗ്ഗക്കാർ മഞ്ഞുകട്ടകൾ കൊണ്ട് ശൈത്യകാലത്തേക്ക് നിർമ്മിക്കുന്ന താത്കാലിക വാസസ്ഥലങ്ങളാണിത്. ഇഗ്ലു എന്നാണ് ഇതിന്റെ പേര്. വടക്കേ അമേരിക്ക, യുറേഷ്യ എന്നീ വൻകരകളുടെ വടക്ക് ഭാഗത്ത് സ്ഥിരമായി മഞ്ഞുമൂടി കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ് ഇന്യൂട്ടുകൾ. ആരാണ് ഇന്യൂട്ടുകൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വടക്കേ അമേരിക്ക, അതുപോലെ യുറേഷ്യ എന്നീ വൻകരകളുടെ വടക്ക് ഭാഗത്ത് സ്ഥിരമായി മഞ്ഞുമൂടി കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ് ഇന്യൂട്ടുകൾ. വർഷത്തിൽ തുടർച്ചയായി 6 മാസക്കാലം ഇവർക്ക് പകലും തുടർന്ന് രാത്രിയുമാണ്. പ്രതികൂല കാലാവസ്ഥയും വിഭവങ്ങളുടെ അഭാവവും അതിജീവിച്ച് കഴിയുന്നവരാണ് ഇന്യൂട്ടുകൾ. മൃഗവേട്ടയും മത്സ്യബന്ധനവുമാണ് ജീവിത ഉപാധി. ചെറു സമൂഹങ്ങളായി ജീവിക്കുന്ന ഇവർ ഒരു പ്രദേശത്ത് സ്ഥിരമായി വസിക്കുന്നില്ല. സഞ്ചാരവേളയിൽ മറ്റ് സമൂഹങ്ങളുമായി ആവശ്യ സാധന കൈമാറ്റങ്ങൾ നടക്കുന്നു. തിമിംഗലത്തിന്റെ എല്ലും അതുപോലെ എന്താണ് പരുക്കൻ കല്ലുകളും തുകലും മറ്റും ഉപയോഗിച്ചും ഇവർ വീടുകൾ നിർമ്മിക്കാറുണ്ട്. ഇവരെ വീടുകൾ നിർമ്മിക്കുന്നത് എന്തൊക്കെയാണ്? തിമിംഗലത്തിന്റെ എല്ലും പരുക്കൻ കല്ലുകളും തുകലും മറ്റും ഉപയോഗിച്ചും ഇവർ വീടുകൾ നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ ഐസ് കട്ടകൾ വെച്ചും വീടുകൾ നിർമ്മിക്കാറുണ്ട്. ഇനി എന്താണ് നോക്കാൻ പോകുന്നത്? ഇന്യൂട്ടുകൾ വേനൽക്കാലത്ത് സീൽ, റെയിൻഡിയർ, ഹിമക്കരടി തുടങ്ങിയ മൃഗങ്ങളെ വേട്ടയാടുന്നു. ഇവയുടെ മാംസം ഭക്ഷണമായും തുകൽ വസ്ത്രമായും എല്ലുകളും കൊമ്പുകളും ആയുധങ്ങളായും പ്രയോജനപ്പെടുത്തുന്നു. എന്താണ് ഇന്യൂട്ടുകൾ? വേനൽക്കാലത്ത് സീൽ, റെയിൻഡിയർ, ഹിമക്കരടി തുടങ്ങിയ മൃഗങ്ങളെ വേട്ടയാടുന്നു. ഇവയുടെ മാംസം ഭക്ഷണമായിട്ടും അതുപോലെ തുകൽ വസ്ത്രമായും എല്ലുകളും കൊമ്പുകളും ഒക്കെ ആയുധങ്ങളായിട്ടും പ്രയോജനപ്പെടുത്തുന്നു. 6 മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ ഇഗ്ലുവിൽ നിന്നും പുറത്തിറങ്ങാറില്ല. ഇക്കാലത്തേക്കുള്ള ഭക്ഷണം അവർ മുൻകൂട്ടി കരുതി വയ്ക്കുന്നു. തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായ ഇരട്ടപ്പാളികളുള്ള ട്രൗസറുകളും ജാക്കറ്റുകളും ഇവരുടെ പരമ്പരാഗത വസ്ത്രധാരണ രീതിയിൽ പെടും. അപ്പോൾ ഇവർക്ക് 6 മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ ഇഗ്ലുവിൽ നിന്നും പുറത്തിറങ്ങാറില്ല. ഇക്കാലത്തേക്കുള്ള ഭക്ഷണം ഇവർ മുൻകൂട്ടി കരുതി വെക്കുന്നു എന്നാണ് പറയുന്നത്. തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായ ഇരട്ടപ്പാളികളുള്ള ട്രൗസറുകളും ജാക്കറ്റുകളും ഒക്കെയാണ് ഇവരുടെ പരമ്പരാഗത വസ്ത്രധാരണ രീതി. വളർത്തുനായകൾ വലിക്കുന്ന പരന്ന സ്ലഡ്ജുകളിൽ സഞ്ചരിക്കുന്ന ഇന്യൂട്ടുകൾ ഈ മേഖലയിൽ സാധാരണമാണ്. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് 66.5 വടക്ക് ഉത്തര ധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന ഈ കാലാവസ്ഥാ മേഖല എന്താ? തുന്ദ്ര മേഖല എന്ന അല്ലെങ്കിൽ തുന്ദ്ര റീജിയൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് ഈ തുന്ദ്ര റീജിയൻ അല്ലെങ്കിൽ തുന്ദ്ര മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? 6 മാസം തുടർച്ചയായിട്ട് ഇവിടെ ശൈത്യകാലമായിരിക്കും. അതുപോലെ എന്താണ് ഉത്തരാർദ്ധഗോളത്തിന് ആർട്ടിക് വൃത്തത്തിന് 66.5 വടക്ക് ഉത്തര ധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന ഈ കാലാവസ്ഥാ മേഖലയാണ് തുന്ദ്ര മേഖല. തീരെ കുറഞ്ഞമായും വിരളമായ സസ്യജാലങ്ങളും വളരെ കുറഞ്ഞ ജനവാസവുമുള്ള ഈ മേഖല ഒരു ശീത മരുഭൂമിയാണ്. ജൂൺ മാസത്തിൽ അപൂർവമായി അനുഭവപ്പെടുന്ന 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ഏറ്റവും ഉയർന്ന താപം. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഉയർന്ന താപം 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെന്താണ് പറഞ്ഞത്? തീരെ കുറഞ്ഞമായും വിരളമായ സസ്യജാലങ്ങളും വളരെ കുറഞ്ഞ ജനവാസവുമുള്ള ഈ മേഖല എന്താണ്? ഇതൊരു ശീത മരുഭൂമിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നൽ, പായൽ തുടങ്ങിയവയാണ് മുഖ്യ സസ്യവർഗ്ഗങ്ങൾ. പിന്നെന്താണ്? പുഷ്പിക്കുന്ന ചെറു സസ്യങ്ങളും കുറ്റിച്ചെടികളും എന്താണ് ഹ്രസ്വമായ വേനൽക്കാലത്ത് മാത്രം തലയുയർത്തുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? വേനൽക്കാലം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം മാത്രമേ ഉണ്ടാവൂ. ആ ഒരു ടൈമിൽ എന്താണ് കുറച്ച് ചെറു സസ്യങ്ങളും കുറ്റിച്ചെടികളും ഒക്കെ ഇവിടെ വളർന്നു വരുന്നുണ്ട്. പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? ഉയരമുള്ള സസ്യങ്ങൾ അപൂർവമായേ കാണാറുള്ളൂ. ധ്രുവക്കരടികൾ, റെയിൻഡിയർ, സമുദ്രജീവികളായ തിമിംഗലം, സീൽ, മത്സ്യങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗ്ഗങ്ങൾ. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ധ്രുവക്കരടികൾ, റെയിൻഡിയർ, സമുദ്രജീവികളായിട്ടുള്ള തിമിംഗലം, സീൽ, മത്സ്യങ്ങൾ തുടങ്ങിയവയാണ് ഈ ഒരു ശൈത്യ മരുഭൂമിയിലെ പ്രധാന ജന്തുവർഗ്ഗങ്ങൾ. ധ്രുവക്കരടി, തിമിംഗലം, നീർനായ, അതുപോലെ റെയിൻഡിയർ ഇതിൻ്റെയൊക്കെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഇവയൊക്കെയാണ് ഈ ഒരു ശീത മരുഭൂമിയിലെ പ്രധാനപ്പെട്ട ജന്തുജാലങ്ങൾ. ഭൂമിയിലെ വ്യത്യസ്തവും വൈവിധ്യപൂർണവുമായ 3 കാലാവസ്ഥാ മേഖലകൾ നിങ്ങൾ പരിചയപ്പെട്ടില്ലേ? ഇത്തരത്തിലുള്ള കാലാവസ്ഥാ മേഖലകൾ വേറെയുമുണ്ട്. അത് ഏതെല്ലാം എന്ന് അന്വേഷിച്ചറിയാമല്ലോ. എന്തായിരിക്കാം ഈ മേഖലകളുടെ രൂപീകരണത്തിന് അടിസ്ഥാനം? ചിത്രം നിരീക്ഷിച്ച് അത് രേഖപ്പെടുത്തിയിരിക്കുന്ന താപീയ മേഖലകൾ തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് താപീയ മേഖലകൾ? ഉഷ്ണമേഖല, അത് പിന്നെ എന്താണ് മിതോഷ്ണ മേഖല, പിന്നെ ശൈത്യ മേഖല അല്ലേ. ഉഷ്ണമേഖല എന്താണ്? ഉഷ്ണമേഖല 0 to 30 ഡിഗ്രി വടക്ക് വരെ എന്താണ് ഉഷ്ണമേഖലയാണ്. പിന്നെ 30 ഡിഗ്രി മുതൽ 60 ഡിഗ്രി വരെ വരുന്നത് മിതോഷ്ണ മേഖല, 65 ഡിഗ്രി വരെ. 65 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരുന്നത് എന്താണ് ശൈത്യ മേഖലയാണ്. ഉത്തരാർദ്ധഗോളത്തിലായാലും ദക്ഷിണാർദ്ധഗോളത്തിലായാലും ഈ ഒരു ഉഷ്ണമേഖലകൾക്ക് മാറ്റം സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ 3 കാലാവസ്ഥാ മേഖലകൾ പഠിച്ചില്ലേ? ഏതൊക്കെയായിരുന്നു അത്? മഴ പെയ്യാത്ത ഉഷ്ണഭൂമികൾ പഠിച്ചു. അതുപോലെ പിന്നെന്തായിരുന്നു? മഴ എത്താത്ത മണൽപ്പരപ്പുകൾ പിന്നെ ഒരു കാലാവസ്ഥാ മേഖലയായിട്ട് കണ്ടു. അതുപോലെ പിന്നെന്താണ്? പിന്നെ നമ്മളെന്താണ് ഉരുകാത്ത മഞ്ഞുകട്ടകൾ കണ്ടില്ലേ? അതായത് മഞ്ഞുരുകാത്ത ശീത മരുഭൂമി. ഇവ 3 കാലാവസ്ഥാ മേഖലകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും സൂര്യപ്രകാശ ലഭ്യതയിൽ വരുന്ന വ്യത്യാസം അടിസ്ഥാനമാക്കിയാണ് ഭൂമിയെ വിവിധ താപീയ മേഖലകളായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഈ താപീയ മേഖലകൾക്കുള്ളിൽ തന്നെ വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളുണ്ട്. ഒരു ഭൂഭാഗത്തിൻ്റെ സ്ഥാനം, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം തുടങ്ങിയ ഘടകങ്ങളാണ് വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ രൂപപ്പെടുന്നതിന് കാരണം. അപ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ്? ഒരു ഭൂഭാഗത്തിൻ്റെ സ്ഥാനം, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം തുടങ്ങിയ ഘടകങ്ങളാണ് വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ രൂപീകരിക്കുന്നതിന് കാരണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കാലാവസ്ഥാ സവിശേഷതകൾ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾക്ക് എന്താണ് പറയുന്നത്? കാലാവസ്ഥാ മേഖലകൾ എന്ന് പറഞ്ഞു നമ്മൾ പഠിച്ചില്ലേ. അതുപോലെ എന്താണ് ഓരോ കാലാവസ്ഥാ മേഖലയ്ക്കും അതിൻ്റെതായിട്ടുള്ള സവിശേഷതകളുണ്ട് അല്ലേ. പിന്നെന്താണ്? സൗരോർജ്ജ ലഭ്യതയെ അടിസ്ഥാനമാക്കി ഭൗമോപരിതലത്തിലെ വിവിധ താപീയ മേഖലകളാക്കി തിരിക്കാമെന്ന് പഠിച്ചു. പിന്നെന്താ? ഭൂഭാഗങ്ങളുടെ സ്ഥാനം, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം തുടങ്ങിയ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ താപീയ മേഖലയ്ക്കുള്ളിലും വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ രൂപപ്പെടുന്നു എന്ന് പഠിച്ചില്ലേ. പിന്നെന്താണ്? ഓരോ മേഖലയിലെയും കാലാവസ്ഥ മനുഷ്യന്റെ ജീവിതത്തെ നിർണായകമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. ഓരോ കാലാവസ്ഥാ മേഖലകൾക്കനുസരിച്ച് എന്താണ് അവിടെ ജീവിക്കുന്ന മനുഷ്യരായാലും അതുപോലെ മൃഗങ്ങളായാലും സസ്യജാലങ്ങളായാലും അവരുടെ ജീവിതത്തിൽ എന്താണ് ആ ഒരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളൊരു സവിശേഷതകൾ നമുക്ക് അവരുടെ ലൈഫ് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കാനുള്ളത്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഉണ്ട്, നോട്ട് ചെയ്ത് പഠിക്കണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.